നമസ്കാരം. കേരളത്തിലെ സർവകലാശാലകളിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പിടിമുറുക്കിയിട്ട് കാലം കുറച്ചായി. VC നിയമന കാര്യങ്ങളിൽ ഗവർണർ തന്റെ സ്വാതന്ത്ര്യം പരമാവധി ഉപയോഗിച്ചതോടെ സർക്കാരിന് വേണ്ടപ്പെട്ടവരെ തിരികെ കയറ്റാൻ പറ്റാത്ത അവസ്ഥയായി. കലാമണ്ഡലം ഒഴികെയുള്ള സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്ത് നിന്നും ഗവർണറെ മാറ്റാനുള്ള ബിൽ കൊണ്ടുവന്നെങ്കിലും രാഷ്ട്രപതിയും തള്ളിയതോടെ സർക്കാർ ശ്രമം വിജയിച്ചില്ല. മറ്റു സംസ്ഥാനങ്ങളും സമാന നീക്കം നടത്തിയെങ്കിലും അതിനും രാഷ്ട്രപതി അംഗീകാരം നൽകിയിരുന്നില്ല. ഇതോടെയാണ് ഗവർണറോടുള്ള വാശിക്ക് കലാമണ്ഡലത്തിന്റെ ചാൻസലർ സ്ഥാനത്ത് പ്രശസ്ത ഭരതനാട്യം കലാകാരി മല്ലിക സാരാഭായിയെ സർക്കാർ നിയമിച്ചത്. ഇപ്പോൾ കലാമണ്ഡലം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉയരുമ്പോൾ മല്ലികയെ തള്ളാനും കൊള്ളാനും പറ്റാത്ത അവസ്ഥയിലാണ് സംസ്ഥാന സർക്കാർ. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് കുറച്ചു കാലമായി കലാമണ്ഡലം നേരിടുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് അധ്യാപകരടക്കം 134 താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ട നടപടി മന്ത്രി സജി ചെറിയാന്റെ ഇടപെടലിനെ തുടർന്ന് റദ്ദാക്കിയിരുന്നു. അധ്യാപകർ ഉൾപ്പെടെ പിരിച്ചുവിട്ടപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നതിനാൽ 300-ലേറെ കുട്ടികൾ പഠിക്കുന്ന കലാമണ്ഡലത്തിലെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ അധ്യയനം മുടങ്ങുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. സുരക്ഷ, മെസ്സ്, ഹോസ്റ്റൽ, ഓഫീസ് പ്രവർത്തനങ്ങളും അവതാളത്തിലാകുന്നതായിരുന്നു. നടപടി വൻ വിവാദമായതോടെയാണ് മന്ത്രിയുടെ അടിയന്തര ഇടപെടലുണ്ടായതും ഉത്തരവ് തിരക്കിട്ട് പിൻവലിച്ചതും. അതേസമയം എങ്കിലും സാമ്പത്തിക പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്നതിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. സ്ഥിരം ജീവനക്കാർ ഉൾപ്പെടെ 2 മാസത്തെ ശമ്പളം കുടിശ്ശികയാണ്. 70 സ്ഥിരം ജീവനക്കാരാണ് കലാമണ്ഡലത്തിലുള്ളത്. ഇതിൽ 52 പേർ അധ്യാപകരാണ്. ഇപ്പോഴത്തെ നിലയിൽ കടുത്ത പ്രതിസന്ധിയിലാണ് കലാമണ്ഡലം. സർക്കാർ സഹായം നേടിയെടുക്കേണ്ടത് അനിവാര്യമാണ് താനും. ഇതിനിടെയാണ് കലാമണ്ഡലത്തിന് ചാൻസലർ തന്നെ ബാധ്യതയായി മാറുന്ന അവസ്ഥയും ഉണ്ടായത്. ഗവർണറോട് വാശിക്ക് നിയമിച്ച മല്ലികയ്ക്ക് വേണ്ടി 36 ലക്ഷത്തോളം രൂപയാണ് വർഷം ചെലവഴിക്കേണ്ടി വരുന്നത്. ഗവർണറായിരുന്ന ചാൻസലർ എങ്കിൽ 1 രൂപ പോലും നൽകേണ്ട ആവശ്യവും ഉണ്ടായിരുന്നില്ല. ആ സ്ഥാനത്താണ് സർക്കാരിന്റെ വാശിക്കായി ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ട അവസ്ഥ വരുന്നത്. തുടക്കത്തിൽ വേതനമില്ലാതെയാണ് ഇവരുടെ നിയമനം എന്നാണ് സർക്കാർ അവകാശപ്പെട്ടത്. എന്നാൽ കേരള കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായിക്ക് സർക്കാർ പിന്നീട് വേതനം നിശ്ചയിച്ചു. ഓണറേറിയമായി മാസം 1,75,000 രൂപയും ഓഫീസ് ചെലവിനായി 25,000 രൂപയും നൽകാനാണ് സർക്കാരിന്റെ തീരുമാനം. യാത്രാ ചെലവും മറ്റു സൗകര്യവുമാണ് നൽകിയിരിക്കുന്നത്. സാമ്പത്തിക ബാധ്യത ഉണ്ടാകില്ലെന്ന് പറഞ്ഞാണ് ചാൻസലറായി നിയമിച്ചത്. എന്നാൽ വേതനത്തിന് വ്യവസ്ഥ ഉണ്ടാകണമെന്ന് സർക്കാരിനോട് മല്ലിക ആവശ്യപ്പെട്ടു. സർക്കാരിന് രജിസ്ട്രാറും കത്ത് നൽകി. ഇതേ തുടർന്ന് ഇതര സംസ്ഥാനങ്ങളിൽ കലാമണ്ഡലത്തിന് സമാനമായ സ്ഥാപനങ്ങളിലെ ചാൻസലർമാരുടെ ശമ്പള വ്യവസ്ഥ പരിശോധിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ചാൻസലറുടെ ചെലവ് സർവകലാശാലകൾ വഹിക്കുമെന്നായിരുന്നു ബില്ലിൽ പറഞ്ഞിരുന്നത്. കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയായതിനാലാണ് മല്ലിക സാരാഭായിയെ സർക്കാർ സ്വന്തം നിലയ്ക്ക് ചാൻസലറാക്കിയത്. കലാമണ്ഡലം കേന്ദ്രമാക്കി സാംസ്കാരിക സർവകലാശാല രൂപവത്കരിക്കുന്നതിന് നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നുമുണ്ട്. കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായിക്ക് ശമ്പളം നൽകാനുള്ള തീരുമാനത്തിനെതിരെ മുൻ രജിസ്ട്രാർ NR ഗ്രാമപ്രകാശ് രംഗത്ത് വന്നിരുന്നു. ഒരു പണിയും എടുക്കാത്ത ആൾക്ക് ശമ്പളം കൊടുക്കുന്നത് വളരെ മോശമായ കീഴ്വഴക്കമാണെന്നാണ് അദ്ദേഹം അന്ന് ആരോപിച്ചത്. തീരുമാനം കലാമണ്ഡലത്തെ സാമ്പത്തികമായി തകർക്കുമെന്നും ഗ്രാമപ്രകാശ് അന്ന് പറഞ്ഞിരുന്നു. ജീവനക്കാർക്ക് പോലും ശമ്പളം നൽകാനുള്ള ശേഷി കലാമണ്ഡലത്തിന് ഇല്ലാത്ത സാഹചര്യത്തിൽ ഇത്രയും തുക നൽകുന്നത് ശരിയല്ലെന്നും ഭരതനാട്യ കലാകാരി എന്നതിനപ്പുറം ഒരു അധിക യോഗ്യതയും മല്ലിക സാരാഭായിക്കില്ലെന്നും അദ്ദേഹം വിമർശിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങളുടെ പോക്കും.